ഇന്ന് കപ്പ എന്നാ നല്ല കൊടംപുളി ചമ്മന്തി അരക്ക്. അല്ല ഉമ്മയുടെ വെറൈറ്റി മാങ്ങ ചമ്മന്തി ഇല്ലടി, പുളി എന്താ പറയുമ്പോ പൂളക്കിഴങ്ങ് പുഴുങ്ങണില്ല. അപ്പൊ എന്താ പുഴുങ്ങാത്ത? ചെമ്മീൻ ചമ്മന്തിയോ? പൂള വാങ്ങി വരാ. നല്ല മഴയത്ത് അന്നത്തെ മാതിരി കുറച്ച് പൂളക്കിഴങ്ങും. ചക്കരയുടെ പരീക്ഷ. എന്തിന്റെ പരീക്ഷയാണ് അത്? ടീച്ചറിനെ വിളിച്ച് അതിങ്ങനെ നീട്ടി പോലെ പോയി. 19-ാം തീയതി 20-ാം തീയതി എന്നൊക്കെ പറഞ്ഞപ്പോ 23 മുതൽ 31 വരെ. പക്ഷെ ഇപ്പൊ വിളിച്ച് സംസാരിച്ചത് കൊണ്ട് അവർക്ക് അങ്ങോട്ട് വരണോന്ന് പറഞ്ഞത് കൊണ്ട് 27-ാം തീയതി ലാസ്റ്റ്. എവിടുക്കാ പോണേ? ഞങ്ങള് പള്ളിക്കെട്ടിന്റെ വീട്ടിലും പോണം, പഞ്ചായത്തിലും പോണം. മാരേജ് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ. മാരേജ് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോവാ. അതൊക്കെ വേഗം വാങ്ങി വെച്ചോളി. പിന്നെ 45 ദിവസത്തിനുള്ളിൽ അങ്ങോട്ട് റെഡിയാക്കണ്ടേ? പിന്നെന്താ വാങ്ങാല്ലേ? എന്തിന്? ടിക്കറ്റ് വാങ്ങാൻ എക്സാമിന്റെ പരീക്ഷ വാങ്ങിയ മഴയ്ക്ക് മുന്നേ എന്നാ പോയി വാ. ആ കത്ത് എവിടെ? ഒരു കത്തുള്ള ആ കത്തെടുത്തോ? മേരേജ് സർട്ടിഫിക്കറ്റ് കല്യാണ കത്ത് വേണമെന്നുണ്ടോ? ഞാൻ എന്റെ മേരേജ് സർട്ടിഫിക്കറ്റ് ഒന്നും കല്യാണ കത്ത് എടുത്തിട്ടില്ല. എന്നാലും കയ്യിൽ വെച്ചോ, കയ്യിൽ കരുതിക്കോ. ഒരു കല്യാണ കത്ത് എടുത്തോ. അല്ല ഇതിന്റെ ഉള്ളിൽ എന്റെ പേഴ്സ്, ആധാർ കാർഡൊക്കെ ഉണ്ട് അതിന്റെ ഉള്ളില്. ആ ഇവിടുന്ന് എടുത്തോട്ടോ, വൈറ്റ് സൂടിന്ന്. നമ്മളെ സൂപ്പർ മാർക്കറ്റിൽ പോയില്ലേ, സ്കാൻ பண்ண போல മാമക്ക് മാമിക്ക് ഇട്ട ഗൈസ്. അപ്പൊ നാളെ 2 ആളെ സ്കാനിങ് ഉണ്ട് അല്ലേ ഗൈസ്? അപ്പൊ നാളെ 2 പേരെ സ്കാനിങ് ഉണ്ട്. ഒന്ന് സിനുവിന്റെ, ഒന്ന് മിയാസിന്റെ. 2 ആളെ സ്കാനിങ്. ആ എണ്ണ ഉണ്ടായില്. ഓ അത് റിസർവ് ആയിട്ടില്ല. സ്കാൻ பண்ணலாமா? സ്കാൻ பண்ணிട്ടോ ഒന്ന്. ഞാന് ഉണ്ടോ? സിനുവിനെക്കാളും പള്ളുണ്ട്. ഒന്ന് സ്കാൻ பண்ணிട്ടോ ഞാന്. മരത്തിന് മേലെ കയറി ഇവനെ കയറ്റിട്ടാലോ? നീ വരുമോ? നീ വരുമോ? കേറിയാ മതി, ഇറങ്ങണ്ട. ഗൈസ് ചക്ക മൂക്കുന്നുണ്ട്. നമുക്ക് അതിന്റെ മുകളിലത്തെ മാങ്ങ ഇറക്കണം. നമ്മളവിടെ മാങ്ങ കൊളുത്തിയിട്ടുണ്ട്. ഒന്ന് മേലെ കൊളുത്തി സോഫി. ഒന്ന് മേലെ കൊളങ്ങിയപ്പോ ഞാൻ എന്താ കാട്ടുന്നേ? ആരപ്പ ഷീറ്റിന്റെ മുകളിൽ കയറാ? ഞാനിവിടെ ഒരു മാങ്ങ തന്നിട്ടുണ്ട്. ആവും തോറും എരുത്തുള്ളതൊക്കെ ഞാൻ അറുത്തുവേ. മേലേക്കൊക്കെ വാങ്ങണ്ടിനി. ഇതാ ഈ കൊമ്പിൽ നോക്കട്ടെ എത്ര നിൽക്കുന്നത്. ഇതാ ഇവിടെ മരത്തിൽ കയറാൻ വിളിച്ചങ്ങ് സുഖം. അത് വെച്ചിട്ടില്ലേ? ആ പറ്റി. ആഹാ ഷീറ്റിന്റെ മേലെയാണ്. ഞാൻ എന്നിട്ട് ഇതിന്റെ മേലെ കയറിയിട്ട് തള്ളിയിടലാണ്. കുറച്ചുകൂടെ മരത്തിൽ കയറുക. മരത്തിൽ കയറുക. മിയാസെ മാമ മരത്തിൽ കയറി. കുറച്ചുകൂടെ മിയാസ ഇങ്ങോട്ടൊക്കെ. ആ അഞ്ഞു കിട്ടും. ആ കൊമ്പലുള്ളത് മാത്രമേ മോളത്ത് മാത്രം ഇറക്കും കേട്ടോടാ. ഇന്നൊന്നും അങ്ങോട്ട് എത്തിയപ്പുറത്ത് വഴിയില് ഓരോരുത്തറിനായി. മാമ ഇറങ്ങുണ്ട്. ആ മതി. ഒരു കുപ്പിക്കുള്ള മാങ്ങണ്ട്. മാങ്ങ എല്ലാം ഒക്കെ പോയി സിറ്റുള്ളിൽ കൊണ്ടുപോയി പോയി. ഇതിൽ ഇനി ചക്ക ഉണ്ട്. മെയ് മാസപ്പൂ
മെയ് മാസപ്പൂ മെയ് മാസപ്പൂ. മീനസ് എത്ര മാങ്ങ എടുക്കുന്നത് എങ്ക എത്ര അയ്യോ കിണറ്റിൽ വെള്ളമായി എത്ര നോക്കിക്കട്ടെ. കിണർ വൃത്തിയാക്കണം എന്നൊക്കെ വിചാരിച്ച കിണറിൽ ഫുള്ളായി. ഇനി വെള്ളത്തിന് എങ്ങോട്ട് പോകണ്ടല്ലോ. കുളത്തിൽ വെള്ളമായോ? ഞാൻ പോയോ? അപ്പൊ അങ്ങനെ നിജാസും ചക്കര എങ്ങോട്ട് പോയിമ്മ മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. നിങ്ങൾക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ? എവിടെയെങ്കിലും രേഖപ്പെടുത്തിക്കണോ? പള്ളിക്ക് അല്ലാതെ സർട്ടിഫിക്കറ്റ് ആയിട്ട് കയ്യിലുണ്ടോ? അതെന്തേ ഉമ്മക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് ഇല്ല. ഉമ്മാനെ കൈസ് 2-3 ദിവസമായിട്ട് ഉമ്മ വീഡിയോയിലൊക്കെ മിസ്സിംഗ് ആണ്. കാരണം നമ്മൾ ഓരോ സ്ഥലത്തേക്ക് പോകുന്നിടത്ത് കൂടെ എന്താണ് ഉമ്മാനെ കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. എനിക്കറിയില്ല. നിങ്ങൾക്ക് ഏത് ഫോട്ടോ വെച്ചിട്ട് 2 ഫോട്ടോ ഉണ്ടോ? നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു മാരേജ് സർട്ടിഫിക്കറ്റ്? ഇല്ലേ? എന്നാ അത് ഉണ്ടാക്കണം. ഇനി അത് വേണേ. ജനനം രജിസ്റ്റർ ചെയ്യണം, മരണം രജിസ്റ്റർ ചെയ്യണം, കല്യാണം രജിസ്റ്റർ ചെയ്യണം. ഞങ്ങളതിൽ പെട്ടല്ല പറയും. അന്നത്തെ കാലത്ത് ഇല്ല പറയും. എന്ത് മാരേജ് സർട്ടിഫിക്കറ്റ് ആരാണ് ഇല്ലാതെ ഉണ്ടാക്കൂലേ? അപ്പൊ ഗൈസ് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും മാരേജ് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ ഒന്ന് പറയണം. അപ്പൊ നിങ്ങൾക്ക് നിയമപരമായിട്ട് നിങ്ങളെ കല്യാണം കഴിഞ്ഞിട്ടില്ല. പള്ളി കമ്മിറ്റിയിലാണ് കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ. ഗൈസ് അപ്പൊ എന്തായാലും സർട്ടിഫിക്കറ്റ് ഇല്ല. സ്കൂൾ സർട്ടിഫിക്കറ്റ് പോയിട്ട് ഞാൻ ചർക്ക ക്ലാസ്സില് എനിക്ക് ക്ഷേമനിധി കിട്ടാൻ വേണ്ടിട്ട് എനിക്ക് ജനസംഖ്യ വേണം പറഞ്ഞു. മാപ്പിള സ്കൂളിൽ പോയി തെരഞ്ഞു കിട്ടിയില്ല. അവസാനം മാസം എന്ത് സ്കൂൾ സർട്ടിഫിക്കറ്റോ ജെൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ? അത് മതി. ഞങ്ങൾക്ക് അതും ചെയ്യും. ഈ 4ാം ക്ലാസ്സിന് സർട്ടിഫിക്കറ്റ് കിട്ടുമോ? നമ്മക്കല്ലേ ഒരു കൊല്ലത്ത് 2 ബർത്ത്ഡേ. 4ാം ക്ലാസ്സിൽ സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന് നോക്കുന്നത് ശരിയാണ്. 4ാം ക്ലാസ്സിൽ 4 സർട്ടിഫിക്കറ്റ് 10 പഠിച്ചിട്ടുണ്ടായിരുന്നു സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. TC ഉണ്ടോ നിങ്ങൾക്ക്? TC എന്ത് TC? ആരെ സ്കൂളിൽ കൊണ്ട് ചേർത്തി? നിങ്ങളിപ്പോ സ്കൂൾ പഠിച്ചപ്പോ നിങ്ങൾക്ക് നോട്ട് ബുക്ക് ഇതൊക്കെ അല്ലേ? ഞങ്ങൾക്ക് സ്ലൈറ്റും പെൻസിലായിരുന്നു. ഇനിയിപ്പോ ആണ്ടാമോളയും പിന്നെ വേറെ സാധനം എന്താ നിലമുളക്കി അങ്ങനെ മക്കളെ വിരുന്നും സൽക്കാരങ്ങളൊക്കെ ഒരുവിധം കഴിഞ്ഞ് കല്യാണത്തിന്റെ ഓളവും കഴിഞ്ഞ് അല്ലേ? എല്ലാവരും ഇനിയും അവരവരുടെ നാട്ടിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇപ്പോൾ ഓൾറെഡി സെനു ഇവിടെ അല്ല. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ ചക്കര പോവും. പിന്നെ ഇന്ന് ഇവര് പോകുന്നത് നിജാസിന്റെ ഉമ്മയൊക്കെ വൈകുന്നേരത്ത് ഉമ്മയും അവരിന്ന് യാത്ര തിരിക്കുകയാണ്. ഒക്കെ എനിക്ക് നാളെ സീനുവിൻ്റെ സ്കാനിങ് ആണ്. പിന്നെ സോഫിയും കുട്ടികളെ സ്കൂളിൽ ഇറക്കുമ്പോഴേക്കും ഓളും പോകും. അങ്ങനെ വീട് മറ്റന്നേ പോകുന്നു. എന്തേ ഇവര് പോയിട്ട് പോകാറേ? കുട്ടികൾക്ക് സ്കൂളിൽ ചേർത്തലും പരീക്ഷയും കാര്യങ്ങളൊക്കെയാണ്. പരീക്ഷ കഴിഞ്ഞിരിക്കണേ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമ്മൾ ഒരു കൊച്ചു വീഡിയോ എടുത്തതാണ് കേട്ടോ. ഇപ്പോൾ ഇത്ര നേരം നമ്മൾ ജാസ്മിൻ്റെ മോളിൽ നിന്ന് പൂള കട്ട് ചെയ്യായിരുന്നു. പിന്നെ ഉമ്മ അതാ അവിടെ ഇരുന്ന് മീനും ചോറും ഉണ്ടാക്കണം. ഇറച്ചിയും ബിരിയാണിയും ബീഫും തിന്നിട്ട് മനുഷ്യൻ കുടുങ്ങിയിരിക്കണം ഗൈസ്. ഞാൻ തന്നെ ഇന്നലെ എനിക്കൊരു ലേശം ചോറ് കിട്ടാൻ വേണ്ടി കൊതിച്ചിരിക്കണേ. നമ്മളെ പേരുടെ 3D ഇത് വീഡിയോ നമ്മൾ കണ്ടായിരുന്നു. വീട് ഇങ്ങനെ ഉണ്ടാവുക. പണി തീരുമ്പോ ഇതേമാതിരി പോർച്ച് ഇപ്പൊ നമ്മള് ചെയ്തിട്ടില്ലല്ലോ. ഇനിയിപ്പോ പോർച്ച് അങ്ങനെ ഇതേമാതിരി ഇരിക്കും. ഇതേമാതിരി ലൈറ്റും കാര്യങ്ങളും ജനലും എല്ലാം ഇതേ സെയിം ആയിരിക്കും. നമ്മൾ ചെയ്ത് ഇതൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അത് ചെയ്ത് ഊഞ്ഞാലിടണം. നല്ല മാങ്ങച്ചാറിനുള്ള ഇപ്പൊ വറുത്താട്ടോ. ഫ്രഷാണ്. ഇതേ സെയിം ആയിരിക്കും.
ആണ് വീടിന് വരുമ്പോൾ ഇന്നും ആരാപ്പത് അപ്പൊ ഇതാണ് എന്റെ ചെറുപ്പത്തിത്തെ ഉമ്മയുടെ ഒറിജിനലാണ് ഗൈസ്. ഞാൻ നിക്കണോക്കെ അതിന്റെ അപ്പുറത്ത്. ഞാൻ പാലക്കാട് ഉണ്ടാവുമ്പോ എടുത്ത ഫോട്ടോ. പാലക്കാടൊന്നല്ലത് ഇവിടെ നിർത്താം. ഇവിടെ തന്നെ അന്നത്തെ ഇന്റെ കോലം കണ്ടോ? അയ്യോ ശോകം ശോകം. ഞാനിപ്പോ ലക്ഷണം കെട്ടാതെ അതിന്റെ ഏയ് ഉമ്മയൊക്കെ ഏതാ ലുക്ക്. സാനിയ മിർസ മാറിക്കോ. ഇതാണ് എന്റെ സാനിയ മിർസ ആരാന്ന് മനസ്സിലായിട്ടില്ല. അത് രസല്ലേ? ഞാൻ അന്നേ ഐഡന്റിറ്റി കാർഡിന്റെ കാര്യത്തിന് വേണ്ടി ഫോട്ടോസ് എടുത്തതാ. ഇനി ഇതൊന്നൊരു ഫോട്ടോ എടുക്കുമ്പോ ആ ഫോട്ടോ ഈ ഫോട്ടോ തമ്മിലുള്ള വ്യത്യാസം ഒന്ന് നോക്കിയേക്ക്. ഇത് ഗംഗാരു. ഇതൊരു പക്വത വെച്ചൊരു പയ്യൻ. ഇങ്ങോട്ട് തിരിക്ക് കണ്ടോ കണ്ടോ ആ നിഷ്കളങ്കത മുഖത്ത് കാണാണ്ടോ? പിന്നെ ഇത് നോക്കിട്ട് ഇതൊരു ഗൗരവം. ഇത് നോക്ക്, ഇതാണ് പച്ചപ്പാവ ഇരിക്കും പോലെ പച്ചപ്പാവ തൊടിയില്ല. ഓക്കെ ഗൈസ്, അപ്പൊ എന്നിട്ട് എന്തൊക്കെ ഒന്ന് ഞാൻ അപ്പൊ ഒരു കയ്യാള് ചെയ്യും, രണ്ട് കയ്യാള് ചെയ്യും. എനിക്കാണെങ്കിൽ പെരയിൽ ഇങ്ങനെ എന്തെങ്കിലും വലിച്ചു വാരി ഇടണ തന്നെ പറ്റില്ല. ഒറ്റക്കല്ലേ, ഇവിടെ കുറെ ആൾക്കാരുണ്ട്. നല്ല തളയം പൊരിക്കണുണ്ട്. സീത പൊരിച്ചിടണ്. ഉമ്മർക്ക് സൗഫി കമ്പനി കൊടുക്കുന്നുണ്ട്. ഉപ്പാക്കും ഉമ്മാക്കും. പിന്നെ നീജാസും ചക്കരയും പിന്നെ മാരേജ് സർട്ടിഫിക്കറ്റ്, പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ്, പിന്നെ ആ കാര്യങ്ങൾക്കൊക്കെ ഒരു പോയി. ഇനി എനിക്ക് തിരിച്ചറിയ കാർഡ് കാര്യങ്ങളൊക്കെ എടുത്ത് എനിക്ക് നാളെ പോകണം. അപേക്ഷ കൊടുത്ത് റെഡിയാക്കണം. ഇത് ചിക്കനാ? ആ ചൂര. അതായത് ഉമ്മ ചൂരയും തളയും വാങ്ങിക്കണം. ഇവര് പറഞ്ഞ എന്താണെന്നറിയോ, ഞങ്ങൾക്ക് ഇനി ചോറ് മതിയേന്നാണ് പറഞ്ഞേക്കണം. അമ്മാതിരി അയക്കണം. കാരണം ഇവിടെ ഒരു 3 ദിവസത്തെ കല്യാണം. ഇവിടെ മിന്നാന്ന് കല്യാണം, പിന്നെ അതിന്റെ പിന്നെന്താ തലേ ദിവസത്തെ കല്യാണം, പിന്നെ ചെക്കൻ്റെ വീട്ടിലെ കല്യാണം, പിന്നെ സിനുവിൻ്റെ വീട്ടിലെ വിരുന്ന്, പിന്നെ ഇന്നലെ വിരുന്ന്, അതിൻ്റെ ഇടയിൽ നമ്മളൊരു വിരുന്ന്. മൊത്തത്തിൽ ബിരിയാണി കൊണ്ട് ഇങ്ങോട്ട് തല്ലായി. ചിക്കനും മീനും ഇറച്ചിയൊക്കെ കൊണ്ട് മടുത്തു പോയി. ഇനിയിപ്പോൾ നമ്മൾ എന്താക്കണം, നല്ല നാടൻ ചോറും സാമ്പാറും പൂളക്കോ പേരിയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. നല്ല ചൂര, നല്ല തളയനുണ്ട്, ചെമ്മീൻ ചമ്മന്തി, ഇതിലിട്ടോ പപ്പടം. ഇതിന്റെ ഫോട്ടോ ചെറു എടുത്തോ. നിങ്ങളെ ഫോട്ടോ എന്തിനാ നിങ്ങൾക്ക്? ഞാൻ മരിച്ചുമ്പോൾ കാണാതെ വെച്ചോ. ഓക്കെ ഗായ്സ്, അപ്പം എന്തായാലും ഒരു കൊച്ചു വീഡിയോ ആയിരുന്നു. എന്തായാലും പിന്നെ ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് അറിയോ, വീട് എന്തായാലും 3-4 റൂമൊക്കെ ഉണ്ടാക്കിക്കോളിട്ടോ അല്ലേമ്മ. കാരണം ഒരുപാട് നമ്മൾ വിരുന്നുകാരൊക്കെ വരുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ അത്യാവശ്യമാണ് റൂമും കാര്യങ്ങളൊക്കെ സാഹചര്യം കൊണ്ട്. ഓക്കെ ഇൻഷാ അല്ലാ. ഇപ്പം എനിക്ക് അത്ര വലിയ വീട് വെച്ചാൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. കാരണം എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാമല്ലോ. എന്നാലും ഒരുപാട് പേര് വെച്ച് ചക്കരക്ക് നിജാസിന് റൂം കൊടുത്തൂടെ എന്നൊക്കെ ചോദിച്ചാൽ ഗൈസ്, ഞാനിപ്പോൾ ഈ റൂമിൽ കിടന്നിട്ട് എന്നൊക്കെ 5 ദിവസമായി. ഞാൻ എൻ്റെ റൂമിൽ കിടക്കലില്ല. എൻ്റെ റൂം ഇപ്പോൾ ഇന്ന് ചിക്കനായിട്ട് മടുത്താലും അങ്ങോട്ട് ഉണ്ടാക്കും. ഞാൻ ഉണ്ടായിരുന്നു അവിടെ. ഓക്കെ, അപ്പോൾ എന്തായാലും ഗൈസ് കോഴി തൊള്ളടെയാണ്. റൂം ഇവർ നമ്മളെ നിജാസിൻ്റെ ഉപ്പയമ്മയും റൂം കൊടുത്തിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓല് നമ്മളെ ഗസ്റ്റാണ്. ഓല് നമ്മളെ നല്ല രീതിക്ക് പരിഗണിക്കണം. ഓക്കെ, എന്തായാലും ഗൈസ് ഈ വീഡിയോ ഞാൻ വൈൻഡപ്പാക്കുന്നു. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഒരു കൊച്ചു വീട്ടിലെ കുറച്ച് വിശേഷങ്ങൾ മാത്രം എടുത്താണ്. നല്ല സാമ്പാർ, മീൻ പൊരിച്ചത്, മുളക്, പപ്പടം കൊണ്ടുപോകും. നമ്മളെ കാപ്പി പിടിച്ചു പോരാ, സ്റ്റുഡിയോ പോയിട്ട് വരാം. പോയിട്ട് എങ്ങനെയാ പോയിട്ടു?